0.69 ampere. Total equivalent resistance is 14.5 ohm, and the current flowing through that circuit is obtained, that is equal to 0.69 ampere. ഇത്ര തന്നെയാണോ കിട്ടിയത്? അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടോ? ടൈഫൽ എത്ര ആൻസർ കിട്ടിയത്? ശ്രീരജ് എത്രയാണ് ആൻസർ കിട്ടിയത്? സെയിം ആൻസർ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിനില്ലേ? ട്രൈ ചെയ്തിട്ട് ഹാഫ് ആയിട്ടുള്ളൂ. എന്താണ് സിറ്റുവേഷൻ പറയൂ. റോങ് ആണ്. ഓക്കെ, ഡോണ്ട് വറി, എവിടെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും. ഞാൻ ഈ PPT നിങ്ങൾക്ക് ഇന്ന് തന്നെ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഓൾറെഡി ഇതിൽ സോൾവ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് അത് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, എവിടെയാണ് ആ ഒരു മിസ്റ്റേക്ക് വന്നതെന്ന് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് നമ്മുടെ മെഷ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു പ്രീ റെക്കോർഡഡ് വീഡിയോ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. എന്തായിരുന്നു? In the last class we were discussed about the mesh analysis. Okay, mesh analysis is used to analyze an electric circuit. Okay, so there are 5 steps that we already discussed. അല്ലേ? ആ ഒരു മെഷ് അനാലിസിസ് ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു 5 സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ആ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ അതിനെ ഫോളോ ചെയ്താൽ നമുക്ക് ഈസിയർ ആയിട്ട് ആ ഒരു സർക്യൂട്ടിനെ അനലൈസ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ 5 സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഒന്ന് വേഗം ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തേ. Find current through all the resistors using mesh analysis. Okay, this is the circuit. Find currents through all resistors using mesh analysis. Okay, and this is a circuit which is consisting of a voltage source of 10 volt, and there are 4 resistors: 1 ohm, 2 ohm, 4 ohm and 3 ohm. Okay, so this is a circuit. So you just write down this question and draw the circuit. ഫിനിഷ് ചെയ്തോ? സിമ്പിൾ സർക്യൂട്ട് ആണ്. കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തോ? Yes, okay. So, while doing mesh analysis, what is the first step? What is the first step? First of all, we have to identify all the meshes in the given circuit. Okay, so this is our circuit. So first step, we have to find out all the meshes in the circuit. Okay, there are
Okay, you just analyze the circuit and say how many meshes are there in the circuit, how many meshes are present. Answer me. എത്ര meshes ഉണ്ട്? Okay, good. Two meshes അല്ലേ? There are two meshes. ഇനി അപ്പോൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തു. There are two meshes in the circuit. Okay, and second step എന്താണ്? Assign mesh currents as I1, I2, I3, etc. Okay, അത് how many meshes ഉണ്ടോ അത്രയും mesh currents ഉണ്ടാവും. Okay, and assign that mesh currents in clockwise direction. Okay, that is the second step. Okay, so step 1, there are two meshes in this network, and step 2, taking mesh currents as I1 and I2 in clockwise direction. That is step 2. Okay, so in this circuit I am considering, or in the circuit I can see there are two meshes and I am assigning two currents, two mesh currents I1 and I2 in clockwise direction. Okay, so നിങ്ങൾക്ക് ഇവിടെ ഒരു red colorൽ I1 and I2 കാണാൻ പറ്റും, and also its direction is marked as in clockwise direction. Okay, so ഇതാണ് second step. അപ്പോൾ ഫസ്റ്റ് മെഷ് അനലൈസ് മെഷ് ഐഡന്റിഫൈ ചെയ്തു, ദെൻ എന്ത് ചെയ്തു, മെഷ് കറൻസ് I1 and I2 ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്തു. Okay, and what is step 3? Apply KVL in mesh 1 and apply KVL in mesh 2. Here നിങ്ങൾ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ സർക്യൂട്ട് നമ്മൾ മെഷ് കറൻസ് ഇതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ മെഷും സെപ്പറേറ്റ് ആയിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ മെഷും സെപ്പറേറ്റ് ആയിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെഷ് 1 കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെഷ് 1 മാത്രമേ എടുക്കുന്നുള്ളൂ, മെഷ് 1 മാത്രം കൺസിഡർ ചെയ്യാണ്. മെഷ് 1 എന്ത് ചെയ്യും, KVL അപ്ലൈ ചെയ്യും. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു, അപ്ലൈ KVL എന്നിട്ട് ഇക്വേഷൻസ് ഉണ്ടാക്കലായിരുന്നു അല്ലേ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈച്ച് മെഷിനെ സെപ്പറേറ്റ് എടുത്തിട്ടാണ് KVL അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെഷ് 1നെയാണ് കൺസിഡർ ചെയ്യുന്നത്. മെഷ് 1നെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു അസംഷൻ ഉണ്ട്, that assume that I1 is greater than I2. Okay, where I1 is the current flowing in mesh 1. Okay, അപ്പോൾ മെഷ് 1 ആണ് അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ KVL അപ്ലൈ ചെയ്യുന്നത് മെഷ് 1ലാണെങ്കിൽ മെഷ് 1ലെ കറണ്ട് I1 ആയിരിക്കണം I2യെക്കാളും ഹയർ. അതൊരു അസംഷൻ നമ്മൾ എടുക്കണം. Okay, if we are analyzing or considering mesh 2, then I2 will be greater than I1. Okay, അതായിരിക്കും അസംഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് മെഷ് 1 ആണ് കൺസിഡർ ചെയ്യുന്നത്, സോ assume that I1 is greater than I2. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് KVL ആണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. KVL എന്ന് വെച്ചാൽ ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ ആണ്. സോ എന്ത് ചെയ്യണം, ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുക, ഈ ലൂപ്പിലുള്ള എല്ലാ വോൾട്ടേജസ് ആഡ് ചെയ്താൽ സം ഓഫ് ഓൾ ദ വോൾട്ടേജസ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈക്വൽ ടു 0, അതാണ് KVL അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയുള്ള എല്ലാ വോൾട്ടേജസും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് 10 വോൾട്ട് അല്ലേ. 10 വോൾട്ട് എന്താണ്, അത് വോൾട്ടേജ് സോഴ്സ് ആണ്. സോ നമുക്ക് അതിനെ മൈനസ് പ്ലസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ 10 നമുക്ക് എങ്ങനെ എഴുതാം, -10. ദെൻ 2 റെസിസ്റ്റേഴ്സ് അല്ലേ, ഒരു റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ 1 ohm ആണ്. ആ 1 ohm റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയായിരിക്കും, V is equal to what, I into R അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെഷ് 1ൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് we are taken as capital I1. Okay, so what is the voltage drop across resistor R1? That will be equal to current I1 into resistance value 1. Okay, so -10, and what is the polarity? നമ്മൾ വോൾട്ടേജ് സോഴ്സിനെ പ്ലസ് മൈനസ് പ്ലസ് ഉള്ളത് നെഗറ്റീവ് വാല്യൂ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് കൺവെൻഷൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പ്ലസ് മൈനസ് എങ്ങനെ വരും, പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? മൈനസ് പ്ലസിനെ ഞാൻ മൈനസ് ആക്കി എടുത്താൽ പ്ലസ് മൈനസ് എന്ത് വരും, ഇവിടെ റെസിസ്റ്ററിന്റെ കറണ്ട് എൻട്രി ചെയ്യുന്ന പൊസിഷൻ പോസിറ്റീവും ലീവ് ചെയ്യുന്ന പൊസിഷൻ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. സോ ഈ റെസിസ്റ്റർ R1 അക്രോസ് ഉള്ള വോൾട്ടേജ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? Yes, good, positive അല്ലേ. So we can write -10 plus what is the voltage there, 1 into capital I1. Okay, where 1 is the resistance and I1 is the current flowing through that resistor. Okay, by using Ohm's law we can write V is equal to I into R. And what is about the next resistor? Here also current is entering in this point, so here we can take the polarity as positive and here as negative.
Okay, so and here the voltage, sorry, here the resistance value is 4 ohm. Okay, and what is the current flowing through this branch? ഈ 1 ohm റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആണ്. ഓക്കെ, അവിടെ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ബട്ട് വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് ബ്രാഞ്ച്? 4 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വാല്യൂ എന്തായിരിക്കും? ഇത് നിങ്ങൾക്ക് ഈ സർക്യൂട്ട് മാത്രം നോക്കിയാൽ മനസ്സിലാവില്ല. ഇവിടെ നോക്കിയേ, ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ സർക്യൂട്ട് അല്ലേ? ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ 4 ഓം ഈസ് കോമൺ ടു ബോത്ത് മെഷ് 1 ആൻഡ് മെഷ് 2 അല്ലേ? ഈ 4 ഓം എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഈസ് കോമൺ ടു ബോത്ത് മെഷ് 1 ആൻഡ് മെഷ് 2. So if the current flowing in the mesh 1 is taken as I1 and the current flowing in mesh 2 is taken as I2, then what will be the current flowing through this branch? Or what will be the current flowing through resistor of resistance value 4 ohm? ഈ ഒരു സർക്യൂട്ട് നോക്കി പറഞ്ഞേ, എന്ത് കറണ്ട് ആയിരിക്കും ഈ 4 ohm റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുക? ആൻഡ് ഒരു അസംഷൻ കൂടി ഓർക്കുക, I1 is greater than I2 while considering mesh 1. What will be the current flowing through this branch? ഈ ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? നോക്കിയേ, ഈ ഒരു ജംഗ്ഷനിലേക്ക് എത്തിയുന്ന കറണ്ട് എന്താണ്? ദിസ് ഇസ് I1. ഓക്കെ, ആൻഡ് ഇതിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? ദിസ് ഇസ് I2. ഓക്കെ, സോ ഇതാണ് ജംഗ്ഷൻ. ഈ ജംഗ്ഷനിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ട് I1 ആണ്. അവിടുന്ന് ലീവ് ചെയ്യുന്ന ഒരു കറണ്ട് I2 ആണ്. ആൻഡ് വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് കറണ്ട്? That is the difference between I1 and I2. Okay, so here we are considering mesh 1, we are applying KVL in mesh 1, so we are taking an assumption that is I1 is greater than I2. So the current flowing through this branch will be equal to I1 minus I2. Clear ആണോ? ബിക്കോസ് ഈ ഒരു ജംഗ്ഷനിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ട് I1 ആണ്. ഓക്കെ, അവിടെ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് I2 ആണ്. ഒരു ബ്രാഞ്ചിലേക്ക് ലീവ് ചെയ്യുന്ന കറണ്ട് I2 ആണ്. അപ്പം നെക്സ്റ്റ് ബ്രാഞ്ചിലേക്ക് ലീവ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? ഇവിടെ എൻറ്റർ ചെയ്യുന്ന മൊത്തം കറണ്ട് I1 ആണ്. ആ I1 കറണ്ട് ആണ് ഡിവൈഡ് ചെയ്ത് 2 ബ്രാഞ്ചസിലേക്ക് പോകുന്നത്. ഓക്കെ, ഒരു ബ്രാഞ്ചിൽ പോകുന്ന കറണ്ട് വാല്യൂ നമ്മൾ I2 എന്ന് എടുത്തു. Then what will be the current flowing through next branch? That should be the difference between I1 and I2. Okay, and here we are applying KVL in mesh 1 and taking an assumption that I1 is greater than I2. So the current that flows in the branch consisting of a resistance of 4 ohm has a current value I1 minus I2. Clear ആണോ? അതൊന്ന് ക്ലിയർ ആണോ? ഇത് മാത്രമേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. നമുക്ക് ഇനി വേഗം ഡിസ്കസ് ചെയ്ത് പോവാം. ഈ 4 ഓം റെസിസ്റ്റൻസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഹലോ ഹലോ ഓഡിബിൾ അല്ലേ? യെസ്, ഓക്കെ. ഈ ഒരു I1 മൈനസ് I2 ക്ലിയർ ആണോ? Current flowing in the branch, this branch, which consisting of a resistance of 4 ohm. Okay, ഈ branch is common to both mesh 1 and mesh 2 ആണ്. അതുകൊണ്ടാണ് ആ ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വാല്യൂ I1 മൈനസ് I2 വരുന്നത്. ഓക്കെ, അത് നമ്മൾ മെഷ് 1 KVL അപ്ലൈ ചെയ്യുമ്പോൾ ആ ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 മൈനസ് I2 ആയിരിക്കും. ഇഫ് യു ആർ കൺസിഡറിങ് mesh 2 and applying KVL in mesh 2, then the current flowing through this common branch is I2 മൈനസ് I1 ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ? Yes, okay. So we are applying KVL in mesh 1.
So what is the third voltage value? Here also plus 4 into I1 minus I2, that is equal to 0. So if you are applying KVL in mesh 1, we will get this equation, that is minus 10 plus 1 into I1 plus 4 into I1 minus I2 is equal to 0. Okay, എന്തുകൊണ്ടാണ് 4 into I1 minus I2 വന്നത്? Because this branch is common to both meshes. So ഇതിൽ കൂടെ flow ചെയ്യുന്ന current will be the difference between I1 and I2. Okay, first of all we are considering mesh 1 and there is assumptions that I1 is greater than I2. That is why our current difference I1 minus I2 എന്ന് വരുന്നത്. Okay, ഈ ഒരു ഇക്വേഷൻ ക്ലിയർ ആണോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇപ്പൊ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാ. മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഇക്വേഷൻ എഴുതി ക്ലിയർ ആണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആണെങ്കിൽ യെസ് പറയൂ. ഓക്കെ, സോ ഈ ഇക്വേഷൻ കിട്ടിയ നെക്സ്റ്റ് എന്താണ്? നമുക്ക് അതിനെ സോൾവ് ചെയ്യാം അല്ലേ? ഓക്കെ, ഗുഡ്. മൈനസ് 10 പ്ലസ് I1 plus 4I1 minus 4I2 equal to 0. Okay, minus 10 plus I1 plus 4I1 minus 4I2 is equal to 0, and minus 10 plus 5I1, because 1 I1 is there plus 4 I1 is there, so adding that 2 we will get 5 I1 minus 4 I2 is equal to 0. Okay, and here we can rearrange this equation like 5 I1 minus 4 I2 gives 10 or equal to 10. This is our first equation. Okay, this is our first equation. Okay, so first in the we are applying KVL in mesh 1 and taking an assumption that I1 is greater than I2, and after applying KVL we will get an equation that is minus 10 plus 1 I1 plus 4 into I1 minus I2 equal to 0, and we are expanding that equation and rearranging, and finally we will get 5 I1 minus 4 I2 equal to 10. Okay, that is our equation number 1. Okay, then next is we have to apply the KVL in mesh 2. Okay, mesh 2 we are KVL apply ചെയ്യാണ്. Okay, and taking an assumption that I2 is greater than I1. Okay, I2 is greater than I1. എന്തുകൊണ്ടാണ്? നമ്മൾ mesh 2 ആണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. mesh 2 ലാണ് KVL അപ്ലൈ ചെയ്യുന്നത്. സോ ഹിയർ എന്ത് ചെയ്യണം? mesh 2 ലെ കറണ്ട് ഏതാണ്? I2 ആണ്. സോ I2 greater than I1 എന്ന് എടുക്കുക. Okay, എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ അപ്രോച്ച്. ഓക്കെ, ഈ രീതിയിലാണ് കറണ്ട് ഫ്ലോ വരുന്നത്. സോ ഫസ്റ്റ് എന്ത് വരും? ഇവിടെ 3 റെസിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലെ, വോൾട്ടേജ് സോഴ്സ് ഒന്നും ഇല്ല. സോ ഈ 3 റെസിസ്റ്റേഴ്സിലും വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് ഇക്വേറ്റ് ടു 0, അതാണ് KVL. ഓക്കെ, സോ ഫസ്റ്റ് റെസിസ്റ്റർ എന്താണ്? 4 ഓം റെസിസ്റ്റർ ആണ്. ദെൻ 4 ഇൻറ്റു അതെന്താണ്? ആ ബ്രാഞ്ച് എന്ന് പറയുന്നത് I1 നും I2 നും കോമൺ ആണ് അല്ലേ? സോ അവിടെയുള്ള കറണ്ട് ഡിഫറൻസ് ആയിരിക്കും, ഡിഫറൻസ് ബിറ്റ്വീൻ I1 ആൻഡ് I2 ആയിരിക്കും. ഇവിടെ I2 ആണ് ഗ്രേറ്റർ ദാൻ I1 എടുക്കുന്നത്. സോ 4 ഇൻറ്റു I2 മൈനസ് I1. ഓക്കെ, ഈ I2 മൈനസ് I1 കറണ്ട് വാല്യൂ ആയിരിക്കും 4 ഓം റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് പ്ലസ് ഹിയർ എന്തുകൊണ്ടാണ് 4 ഇൻറ്റു I1 സോറി 4 ഇൻറ്റു I2 മൈനസ് I1 എന്ന് പറയുന്ന ആ ഒരു വോൾട്ടേജ് വാല്യൂ പോസിറ്റീവ് എടുത്തത്? നമ്മളൊരു ഒരു ഏതെങ്കിലും ഒരു അസംഷൻ എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിയേ, എൻട്രി ചെയ്യുന്നത് ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ ലീവ് ചെയ്യുന്നത് നെഗറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആണ് എടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഓൾസോ പോസിറ്റീവ് ആയിരിക്കും, കാരണം പ്ലസ് മൈനസ് ആണ് വരുന്നത്. ഹിയർ ഓൾസോ പ്ലസ് മൈനസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നത്. സോ നമുക്ക് എല്ലാത്തിനെയും പോസിറ്റീവ് ആക്കി എടുക്കാം. സെക്കൻഡ് റെസിസ്റ്റർ ഏതാണ്? 2 ഇൻറ്റു എന്തായിരിക്കും? 2 ഇൻറ്റു I2 ആയിരിക്കും അല്ലേ? ഈ 2 ഓം റെസിസ്റ്റൻസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? I2 ആണ്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും, ദിസ് ഇസ് I2. സോ 2 ഇൻറ്റു I2 പ്ലസ് ഈ 3 ഓം റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഓൾസോ ഈക്വൽ ടു I2 ആണ്. സോ 3 ഇൻറ്റു I2. ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ വെൻ വി ആർ അപ്ലൈയിങ് KVL ഇൻ മെഷ് 2. ഓക്കെ, ഈ ഇക്വേഷനും സിംപ്ലിഫൈ ചെയ്യുക. 4 into I2 minus 4 into I1 plus 2 into I2 plus 3 into I2. Okay, then we can write minus 4 I1 plus 4 I2 plus 2 I2 6 plus 3 I2 9 I2 equal to 0.
Okay, this is our second equation. Okay, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. മെഷ് 1-ൽ KVL അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 5i1 minus 4i2 is equal to 10. Okay, that is our equation number 1. And ഇതാണ് equation number 1. And then we are applying KVL in mesh 2 and we will get an equation that is minus 4i1 plus 9i2 equal to 0. That is our second equation. Okay, അപ്പോൾ നമ്മൾ third step ആയിട്ട് എന്ത് ചെയ്തു? KVL അപ്ലൈ ചെയ്തു. KVL അപ്ലൈ ചെയ്യുന്നത് ഓരോ മെഷിലും സെപ്പറേറ്റ് ആയിട്ടാണ് KVL അപ്ലൈ ചെയ്യുക. എത്ര മെഷസ് ഉണ്ടോ നമുക്ക് അത്രയും ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, ഇവിടെ 2 മെഷസ് ആണുള്ളത്. സോ വി ആർ ഗെറ്റിംഗ് 2 ഇക്വേഷൻസ്. ഓക്കെ, ഈ 2 ഇക്വേഷൻസ് കിട്ടിയ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആ രണ്ട് ഇക്വേഷൻസിലും കമ്പൈൻ ചെയ്ത് i1 i2 വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റെപ്പ് നോക്കിയാൽ മനസ്സിലാവും. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? സോൾവ് KVL ഇക്വേഷൻ ടു ഒബ്റ്റെയിൻ i1 i2 i3 എക്സെട്ര അല്ലേ? KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, KVL ഇക്വേഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? KVL ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് കറണ്ട് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? 5i1 minus 4i2 equal to 10. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ 5i1 minus 4i2 equal to 10. Okay, and second equation minus 4i1 plus 9i2 equal to 0. Okay, these are the two equations. Okay, ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇപ്പം ഇതിപ്പോൾ 2 മെഷേഴ്സേ ഉള്ളൂ. ഇനി 3 മെഷേഴ്സ് ഉണ്ടെങ്കിൽ 3 ഇക്വേഷൻസ് ഉണ്ടാവും, 3 അൺനോൺ വേരിയബിൾസ് ഉണ്ടാവും, i1 i2 i3 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ കാൽക്കുലേറ്റർ വെച്ചിട്ട് അതിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അങ്ങനെയല്ല നമുക്ക് മാനുവലി ചെയ്യുവാണെങ്കിൽ ഇപ്പൊ 2 ഇക്വേഷൻസ് ഉണ്ട്, 2 അൺനോൺ വേരിയബിൾസ് ഉണ്ട്. ഇത് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് നിങ്ങൾക്ക് അറിയില്ലേ? 2 ഇക്വേഷൻസും 2 അൺനോൺസും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെയാണെങ്കിൽ ഇപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റിനെ ഈക്വൽ ആക്കുക അല്ലേ? ഇപ്പൊ ഇവിടെ 5i1 minus 4i2 equal to 10 and next equation minus 4i1 plus 9i2 equal to 0. സോ ഈ രണ്ട് ഇക്വേഷനും ഒരുപോലെ ഈക്വൽ ആക്കണമെങ്കിൽ രണ്ട് ഇക്വേഷനും ഈക്വൽ ആക്കുക ഇൻ ദ സെൻസ് ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആക്കുക. ഓക്കെ, അപ്പോൾ രണ്ടും ആഡ് ചെയ്യുമ്പോഴോ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴോ ആ വേരിയബിളിന്റെ ടേം അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും, പിന്നെ മറ്റേ വേരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ച് നമുക്ക് സെക്കൻഡ് വേരിയബിൾ കണ്ടുപിടിക്കാം. സെക്കൻഡ് വേരിയബിൾ കണ്ടുപിടിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫസ്റ്റ് വേരിയബിളും കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? this is equation 1 and this is equation 2. Okay, first നമുക്ക് multiply equation 1 by minus 4 അങ്ങനെ ചെയ്ത് നോക്കിയേ. multiply equation 1 by minus 4 എന്ത് കിട്ടും? minus 20i1, 5 into 4, okay, minus 20i1, then plus 4 into 4, 16i2 is equal to minus 40. Okay, and multiply the equation 2 into 5. Then what will get? 5 into 4 minus 20, again minus 20i1 plus 45i2 equal to 0. This is our third equation. This is our fourth equation. Okay, okay, minus 20i1 minus 20i1 രണ്ടും സെയിം. ഇത് മൈനസ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ 20i1 ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ഇനി അങ്ങനെയല്ല, ഇവിടെ -4 എടുക്കണ്ട, നമുക്ക് +4 എടുത്താൽ ഇവിടെ 20i1 വരും, ഇവിടെ -16i2 വരും, ഇവിടെ +14 തന്നെ വരും. ഓക്കെ, ഇവിടെ +4 എടുത്താൽ മതി. അപ്പം ഈ ഒരു 20i1ഉം -20i1ഉം രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് ചെയ്യും? ആ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ ഈ 20i1ഉം ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, നമുക്ക് അതിവിടെ നോക്കാം. ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 4ഉം ആഡ് ചെയ്യാം. ആഡ് ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 4 എന്ത് കിട്ടും? 20i1 minus 16i2 equal to 40 plus minus 20i1 plus 45i2 equal to 0. ഓക്കെ, സോ ഇതും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ i2ന്റെ ടേംസ് മാത്രമേ ഉള്ളൂ. then i2ന്റെ ടേംസ് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? നോക്കിയേ, -16i2 plus 45i2
രണ്ട് ടേംസ് ഉണ്ട്. പിന്നെ ഇക്വേഷൻ്റെ അതർ സൈഡിൽ എന്തുണ്ട്? ഈക്വൽ ടു 40 ഉണ്ട്. ഓക്കെ, അതൊന്ന് സോൾവ് ചെയ്തിട്ട് നോക്കിയേ എന്താ ആൻസർ വരുന്നതെന്ന് പറഞ്ഞേ. വേഗം പറഞ്ഞേ. ഈ രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 20i1 -20i1 ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ -16i2 + 45i2. ഓക്കെ, അതിന്റെ വാല്യൂ എന്താണ്? 29i2. That is equal to 40 plus 0 എന്താണ്? 40. Then finally i2 is equal to what? 40/29. എത്ര ആൻസർ എന്ന് പറഞ്ഞേ? യെസ്, ഗുഡ്. 1.37 അല്ലേ? 1.37 കഴിഞ്ഞിട്ട് ഇതിന്റെ ഡെസിമൽ വരുന്നുണ്ടോ? 7. i2 is equal to എത്ര കിട്ടി? i2 is equal to 1.37 ആംപിയർ. ഓക്കെ, ദിസ് ഇസ് i2. ഇനി i2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്പർ 1-ലോ 2-ലോ എവിടെയെങ്കിലും നമുക്ക് i2യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ i1 കൂടി കിട്ടും അല്ലേ? സോ നമുക്ക് ആൻസർ നോക്കാം. ഹിയർ i2 is equal to 1.38. 1.38. ഓക്കെ, 1.37 എന്തെങ്കിലും ഡിജിറ്റ്സ് വരുന്നുണ്ടോ? പിന്നെ 1 സെക്കൻഡ്, ഞാനൊന്ന് ചെക്ക് ചെയ്യാം. .379 ആണ് വരുന്നത് അല്ലേ? സോ 1.379 നമുക്ക് 1.38 റൗണ്ട് ചെയ്ത് എഴുതാം. ഓക്കെ, ഇതിന്റെ ആൻസർ ആക്ച്വലി വരുന്നത് 1.379 ആംപിയേഴ്സ് ആണ്. സോ അതിന് റൗണ്ട് ചെയ്ത് 1.38 ആക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? 5i1 - 4i2 equal to equation number 1, 5i1 - 4i2 is equal to 40. Okay, and 5i1 - 4 into i2 value എത്രയാണ്? 1.38. That is equal to 40. Okay, so നമുക്ക് ഇത് എഴുതുകയാണെങ്കിൽ 5i1 is equal to 40 plus 4 into 1.38. Okay, and finally i1 is equal to what? 40 plus 4 into 1.38 divided by 5. ഇതായിരിക്കും i1ന്റെ വാല്യൂ. ഒന്ന് കണ്ടുപിടിച്ചേ. സോറി, ഇക്വേഷൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈക്വൽ ടു 40 അല്ല, ഈക്വൽ ടു 10 അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 40 അല്ല, ഈക്വൽ ടു 10 ആണ്. ഓക്കെ, ആരെന്തൊന്നും പറയാഞ്ഞ്? ദിസ് ഇസ് ഈക്വൽ ടു 10 ആണ് ഇക്വേഷൻ. ഓക്കെ, 10, ദിസ് ഇസ് 10, ദിസ് ഇസ് 10, ദിസ് ഇസ് 10. And the answer ഓക്കെ, എത്ര ആൻസർ കിട്ടിയത്? 3.1 ആംപിയർ കിട്ടിയിട്ടുണ്ടോ? i1 is equal to 3.1 ആംപിയർ.
I1 is equal to 3.1 ampere കിട്ടിയിട്ടുണ്ടോ? Yes, good. So equations solve ചെയ്തു I1 and I2 values കിട്ടി. Okay, അത് ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇവിടെ 2 unknowns 2 equations ഉണ്ട്. ഓക്കെ, നമുക്കത് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് I1 I2 കണ്ടുപിടിക്കാം. എങ്ങനെ? രണ്ട് ഇക്വേഷൻസിലെയും ഏതെങ്കിലും ഒരു വേരിയബിൾ I1 ഓർ I2 ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യൻസി ഈക്വൽ ആക്കുക. എന്നിട്ട് ഈക്വൽ ആക്കിയിട്ട് ആ ഇക്വേഷൻസ് രണ്ടും എന്ത് ചെയ്യാം, ഒന്നുകിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു വേരിയബിളിന്റെ ടേം അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഒറ്റ വേരിയബിൾ മാത്രമേ ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, I1ന്റെ കോഎഫിഷ്യൻസ് ഒന്ന് 5 ആൻഡ് ഒന്ന് -4 ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് 5ഉം ഒന്ന് -4ഉം ആണ്. സോ ഞാൻ എന്ത് ചെയ്തു, രണ്ടിനെയും ഇക്വേഷൻ 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇക്വേഷൻ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ടേം മാത്രമല്ല, ഇക്വേഷൻ മുഴുവനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ കിട്ടിയ തേർഡ് ആൻഡ് ഫോർത്ത് ഇക്വേഷൻസ് അതിന് ആഡ് ചെയ്തപ്പോൾ 20 I1 ആൻഡ് -20 I1 രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ I2ന്റെ ടേംസ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് അതിന് എളുപ്പത്തിൽ I2 ഫൈൻഡ് ഔട്ട് ചെയ്യാം. I2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു സിമ്പിൾ ഇക്വേഷനിൽ എന്ത് ചെയ്യുക, I2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവിടെ ഒരു അൺനോൺ ആയിട്ട് I1 മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പൊ I1ന്റെ വാല്യൂ നമുക്ക് എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ 3 ഇക്വേഷൻസ് ആൻഡ് 3 അൺനോൺസ് ഉണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ഒരു വാല്യൂബിൾ കണ്ടുപിടിക്കാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ടാമത്തെ കണ്ടുപിടിക്കാം. ആ രണ്ട് വേരിയബിൾസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തേർഡ് വേരിയബിളും കണ്ടുപിടിക്കാം. ഇനി അങ്ങനെയല്ല എങ്കിൽ നിങ്ങളുടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. നിങ്ങൾ എത്ര ഇക്വേഷൻസ് ഉണ്ടോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിന്റെ കോഎഫിഷ്യന്റ് വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഡയറക്റ്റ് I1 I2 I3 is equal to വാല്യൂ. ഇനി ക്ലാസ് അപ്പം ആ ഒരു രീതിയിലും കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ I1 and I2 വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്തായിരുന്നു? Fifth step is find the unknown parameter in the circuit using Ohm's law or any other relevant equations. Okay, that is our final step. നമ്മുടെ question എന്താണ്? Find current through all resistors. Okay, that is our question. നമ്മൾ I1 and I2 മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ബട്ട് നമുക്ക് all resistors കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കണ്ടുപിടിക്കണം. സോ ഓരോ റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് കാണാം. വട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റർ R1, വട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റർ R2. അങ്ങനെ ഓരോ റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാവും I1 കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് റെസിസ്റ്റർ R1 അല്ലെങ്കിൽ 1 ohm റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആണ്. 2 ohm റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണ്. സിമിലർലി 3 ohm റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണ്. ഓക്കെ, ഈ 4 ohm റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് മാത്രമേ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ എന്താണ്, നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ തന്നെ കൊടുത്താൽ മതി. നോക്കിയേ, I1 is equal to I1 ohm is equal to 3.1 ampere. I2 ohm, that is 2 ohm റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് I2 ohm എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. I2 ohm is equal to 1.38 ohm. And I3 ohm is equal to again I2, that is equal to 1.38 ohm. And I4 ohm is equal to difference between I1 and I2. ഓക്കെ, I4 ശരിക്കും നമ്മൾ രണ്ട് കറണ്ട് ആക്കി കൺസിഡർ ചെയ്തിരുന്നു അല്ലേ? മെഷ് 1 കൺസിഡർ ചെയ്യുമ്പോൾ I1 കൂടെ ഫ്ലോ ചെയ്യുന്നത് I1 - I2 ആയിരുന്നു. മെഷ് 2 കൺസിഡർ ചെയ്തപ്പോഴും I2 - I1 ആയിരുന്നു. അപ്പൊ ഇതിൽ ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നോക്കുക, ഏതാ കറണ്ട്? I1 കറണ്ട് ആണ് ഹയർ വാല്യൂ അല്ലേ? അപ്പൊ I1 കറണ്ട് ആണ് ഹയർ വാല്യൂ എങ്കിൽ എപ്പോഴും I1 - I2 ആയിരിക്കും 4 ohm റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, സോ ആ ലോജിക് വെച്ച് I4 ohm റെസിസ്റ്റൻസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ദാറ്റ് ഈസ് I4 ohm കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ബാക്കിയൊക്കെ എന്താണ്, I1 കൂടി കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 4 ohmൽ കൂടിയുള്ളത് ഒരു ഡൗട്ട് ഉണ്ട് അല്ലേ? അപ്പൊ അത് I1 - I2 വേണോ അല്ലെങ്കിൽ I2 - I1 വേണോ? നമ്മൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. I1 I2 ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോൾ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് I1 ഈസ് ഗ്രേറ്റർ ദാൻ I2. Okay, so I1 - I2 current will be flowing through the resistor R. Resistor of resistance 4 ohm. Okay, so I4 ohm is equal to I1 - I2, and we will get the value 1.42 ampere.
ക്ലിയർ ആണോ? മെഷ് അനാലിസിസ് ക്ലിയർ ആണോ? ഞാനിത് കുറച്ച് സമയം എടുത്ത് പറഞ്ഞത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് കുറേ എക്സാമ്പിൾസ് നിങ്ങൾ ട്രൈ ചെയ്യുക. എക്സാമിന് മസ്റ്റായി ചോദിക്കുന്നതാണ്. ഒന്നുകിൽ മെഷ് അനാലിസിസ് അല്ലെങ്കിൽ നോഡൽ അനാലിസിസ്, ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും. ക്ലിയർ ആണോ? എന്തൊക്കെയായിരുന്നു സ്റ്റെപ്സ്? ആ സ്റ്റെപ്സ് ഓർമ്മിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഗുഡ്. എന്താണ് ഏതൊക്കെയാണ് മെഷസ് അനലൈസ് ചെയ്യുക, സർക്യൂട്ട് അനലൈസ് ചെയ്ത് ഏതൊക്കെ മെഷസ് ആണുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ മെഷ് കറൻസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യുക. ദെൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോ മെഷിലും KVL അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോ മെഷിലും KVL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻസിനെ യൂസ് ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്ത് കറണ്ട് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇനി ഫൈനൽ സ്റ്റെപ്പ് ഇത് എഴുതാൻ മറക്കരുത്. എല്ലാവരും എന്ത് ചെയ്യും? ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് I1, I2, I3 വാല്യൂസ് അവിടെ എഴുതി വെക്കും. ഓക്കെ, ബട്ട് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അതിന്റെ ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ ചോദിച്ചത് സർക്യൂട്ടിലുള്ള എല്ലാ റെസിസ്റ്ററിലും കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. സോ അതെന്തായാലും കണ്ടുവെക്കണം. അതിന്റെ സ്പെസിഫിക് മാർക്ക് ഉണ്ടാവും. ഓക്കെ, അത് I1, I2, I3 മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഓരോ റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് എഴുതി വെക്കണം. ഓക്കെ, അത്രയാകുമ്പോഴേക്കും അത് ഓക്കെയാണ്. ഇത് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് അറ്റൻഡ് ചെയ്ത് എളുപ്പത്തിൽ സ്കോർ ചെയ്യാം. സോ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുക. സോ ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ. ഒന്ന് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് പഠിച്ചാലേ അത് ചെയ്യാറുള്ളൂ, ചെയ്ത് പഠിക്കുള്ളൂ. സോ ടേക്ക് ദിസ് ക്വസ്റ്റ്യൻ ആസ് ഹോംവർക്ക്. ക്വസ്റ്റ്യൻ ആയിട്ട് മറ്റേ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എനിക്ക് ഇന്നലെ തന്നെ ഹോംവർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ. ക്വസ്റ്റ്യൻ ഒരു ഹോംവർക്കായിട്ട് ചെയ്തു. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. കാൽക്കുലേറ്റ് കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് ദ സർക്യൂട്ട് ഷോൺ യൂസിങ് മെഷ് അനാലിസിസ്. ഈ ഒരു സർക്യൂട്ടും ഒന്ന് ചെയ്യാം. ഒന്ന് 1, 2, 3 ഇതിൽ മെസ്സേജ് ചെയ്താൽ ഒന്നായിട്ടൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ എടുത്തെടുക്കും. ഓക്കെ, ഞാൻ ഈ ഹോംവർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് പോർഷൻസ് ഇതിൻ്റെ ബാക്കിയുള്ള നോഡൽ അനാലിസിസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.